എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് വിവിധ പോസ്റ്റുകളിൽ സ്ഥിരജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക എന്താണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ് വേക്കൻസി ഉള്ളത്. വിവിധ പോസ്റ്റുകളിലാണ് നിയമനം വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് മാനേജർ ഡിജിറ്റൽ പ്രൊജക്റ്റ് ആണ്. വേക്കൻസി 13. പ്രായപരിധി 24 തൊട്ട് 36 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. പോസ്റ്റ് ഗ്രാജുവേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഇൻ PMP ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. BE ഓർ BTech ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇത് കൂടാതെ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഡിജിറ്റൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ IT പ്രോഡക്ട്സ് ഇൻ ബാങ്ക് ഓർ BFSI ഓർ ഫിൻടെക് ഓർ കാർഡ് നെറ്റ്വർക്ക്സ്. ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്. അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ ഡിജിറ്റൽ പ്രൊജക്റ്റ് ആണ്. വേക്കൻസി 1. പ്രായപരിധി 27 തൊട്ട് 39 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇതല്ലെങ്കിൽ MCA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ 6 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് പ്രോഡക്റ്റ് മാനേജർ ഡിജിറ്റൽ ലെൻഡിംഗ് ആണ്. വേക്കൻസി 5. പ്രായപരിധി 23 തൊട്ട് 35 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. PG ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇവിടെയും 3 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഡിജിറ്റൽ പ്രോഡക്ട്സ് ഡിസൈൻ ആൻഡ് ഡിജിറ്റൽ പ്രോഡക്ട്സ് പ്രോസസ് ഇൻ ബാങ്കിങ് ഓർ ഫിൻടെക് കമ്പനി ഓർ എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ആണ്. ഇവിടെ 6 തസ്തികയിൽ 88 വേക്കൻസിയാണുള്ളത്. ആദ്യത്തേത് ടെക്നിക്കൽ ഓഫീസറാണ്. സിവിൽ എഞ്ചിനീയർ 35 വേക്കൻസിയാണുള്ളത്. പ്രായപരിധി 23 തൊട്ട് 35 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ഓർ ഇക്വലൻറ്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. 2 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ എക്സിക്യൂഷൻ അല്ലെങ്കിൽ മോണിറ്ററിംഗ് സിവിൽ വർക്ക് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്, പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ്, മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രോ മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്സ് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്സ് ഓർ മേജർ ഇൻസ്റ്റാളേഷൻ എക്സെട്ര ഇൻ എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ മാനേജർ സിവിൽ എഞ്ചിനീയർ ആണ്. 21 വേക്കൻസിയാണുള്ളത്. പ്രായപരിധി 25 തൊട്ട് 37 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ 4 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്തത് ടെക്നിക്കൽ സീനിയർ മാനേജർ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. വേക്കൻസി 6. പ്രായപരിധി 28 തൊട്ട് 40 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ 7 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ ഓഫീസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. വേക്കൻസി 15. പ്രായപരിധി 23 തൊട്ട് 35 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 2 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. പ്രായപരിധി 25 തൊട്ട് 37 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 4 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ സീനിയർ മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. വേക്കൻസി 2. പ്രായപരിധി 28 തൊട്ട് 40 വരെ. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 7 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആണ്. ഇവിടെ 2 തസ്തികയിൽ 16 വേക്കൻസിയാണുള്ളത്. ആദ്യത്തേത് മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. വേക്കൻസി 13. പ്രായപരിധി 24 തൊട്ട് 36 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം BE ഓർ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ സൈബർ സെക്യൂരിറ്റി ഓർ MTech സൈബർ സെക്യൂരിറ്റി. കൂടാതെ സർട്ടിഫിക്കേഷൻസും ആവശ്യമാണ്. ഇവിടെയും 3 ഇയർ എക്സ്പീരിയൻസ് വേണം. അടുത്തത് സീനിയർ മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആണ്. 3 വേക്കൻസി. പ്രായപരിധി 27 തൊട്ട് 39 വരെ.
ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് വരുന്നത്. 6 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് സെക്യൂരിറ്റിയാണ്. ഒരു തസ്തികയാണുള്ളത്. മാനേജർ സെക്യൂരിറ്റി 54 വേക്കൻസി ഉണ്ട്. പ്രായപരിധി 25 തൊട്ട് 35 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിനാണ്. കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇവിടെയും എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇതുപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ട്. അവിടെ CA ICWA ഒക്കെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് ആകെ വേക്കൻസീസ് ഉള്ളത്. വിവിധ യോഗ്യതയും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിന് ഇളവുണ്ട്. എക്സ് സർവീസ്മെനും PWD കാറ്റഗറിക്കും ഇളവുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ EWS OBC കാൻഡിഡേറ്റ്സിന് 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST PWD ESM ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സിന് 175 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം വരാവുന്നതാണ്. ശമ്പളം കൊടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറി അനുസരിച്ചാണ്, ബേസ്ഡ് ഓൺ ഓരോ സാലറി സ്കെയിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ JMG/S1 പോസ്റ്റുകളാണെങ്കിൽ 48,480 തൊട്ട് 85,920 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞ CA ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്കും 1,02,300 തൊട്ട് 1,20,940 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നതാണ്. നല്ല ശമ്പളത്തിലാണ് എല്ലാ തസ്തികയിലും നിയമനമുള്ളത്. കൂടാതെ അലവൻസ് ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ആവുന്നവർക്ക് 12 മന്ത്സ് പ്രൊബേഷനുണ്ട്. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സർവീസ് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് മിനിമം 3 ഇയേഴ്സ് എങ്കിലും ബാങ്കിൽ ജോലി ചെയ്യാന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ട് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടണി ഉണ്ടായിരിക്കും. പിന്നെ ഓൺലൈൻ ടെസ്റ്റ്, സൈക്കോമെട്രിക് ടെസ്റ്റൊക്കെ ഉണ്ട്. ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓൺലൈൻ ടെസ്റ്റിൽ വരുന്നത് റീസണിങ് 25 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 മാർക്ക്, പ്രൊഫഷണൽ നോളജ് 150 മാർക്ക്. ടോട്ടൽ 225 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാം മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും. എക്സാം സെൻറ്റർ വരുന്നത് കേരളത്തിൽ എറണാകുളമാണ്. എറണാകുളത്ത് വെച്ചിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. എക്സാമിനും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ID പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ്. ID പ്രൂഫിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ കോപ്പിയും കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററും കൊണ്ടുപോകേണ്ടതാണ്. ഇനി നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും കൊണ്ടുപോകണം. ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകണം. ഇൻ്റർവ്യൂ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഇയർ വൈസും സെമിസ്റ്റർ വൈസും ഉള്ള മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും, SC ST OBC ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, മറ്റ് കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇതാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.bankofbaroda.bank.in. ഈ സൈറ്റ് വഴി അപേക്ഷിക്കുക. സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ കരിയർ സെക്ഷൻ എടുക്കുക. എന്നിട്ട് കറണ്ട് ഓപ്പർച്യൂണിറ്റി എടുത്താൽ മതി. അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ കിട്ടും. അതനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഈ സൈറ്റിലായിരിക്കും വരുന്നത്. ഓരോ ജോലിയുടെയും റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് വേണം ഓരോ സർട്ടിഫിക്കറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ബാങ്ക് ഓഫ് ബറോഡയിൽ വിവിധ പോസ്റ്റുകളിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.